+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യും. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമിസ്റ്റർ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനിയും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡന്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട, ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ്സ് ഇനിയും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് കഴിഞ്ഞ 17-ാം തീയതി വരെ ആയിരുന്നു, മെയ് 17-ാം തീയതി വരെ ആയിരുന്നു. പക്ഷേ 17-ാം തീയതിക്ക് ശേഷം നമുക്ക് ലേറ്റ് ഫീയോട് കൂടിയിട്ട് അസൈൻമെന്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ ഇനി ആരെങ്കിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേറ്റ് ഫീയോട് കൂടിയിട്ട് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഒരുപാട് ടൈം ഡിലേ ആവരുത്, കാരണം നമുക്ക് ടൈം കൂടുന്തോറും അല്ലെങ്കിൽ ഡ്യൂറേഷൻ കൂടുന്തോറും നമുക്ക് ഫീസിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഈ 50 രൂപ എന്നുള്ളത് പിന്നീട് അത് 100 രൂപയായി മാറും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഈ ഒരു ടൈം അനുസരിച്ച് ലേറ്റ് ഫീയോട് കൂടിയിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം തന്നിരിക്കുവാണ്. അപ്പം നിർബന്ധമായിട്ടും ഇനി ആരെങ്കിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു 2 ആഴ്ചക്കുള്ളിലായിട്ടൊക്കെ തന്നെ അസൈൻമെന്റ്സ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇനി എഴുതി കഴിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിട്ടേൺ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം PDF രൂപത്തിൽ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാം. അപ്പൊ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അസൈൻമെന്റ്സ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് ഒക്കെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും മറന്നു പോവേണ്ട. ഇനി നമുക്ക് ലേറ്റ് ഫീയോട് കൂടിയിട്ട് ഇന്നലെ തൊട്ട് നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ലേറ്റ് ഫീ അടച്ചിട്ടെങ്കിലും എല്ലാവരും അസൈൻമെന്റ് പ്രോപ്പറായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്